നമ്മൾ നല്ല ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ ശീലങ്ങൾ വളർന്നു വരികയുണ്ടായിട്ടുണ്ട്. അത് നാച്ചുറലായിട്ട് അങ്ങനെ വളർന്നു വന്നതാകാം. ചിലരുടെ കാര്യത്തിൽ അവർ ബോധപൂർവം വളർത്തിയെടുത്തതാകാം. എന്തായാലും നല്ല ശീലങ്ങളുള്ള ഒരു മനുഷ്യനെ മറ്റുള്ളവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നല്ല ശീലങ്ങളിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് ഒരു നല്ല ഇമേജ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നല്ല ശീലങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയും, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ പല ഗുണങ്ങളുണ്ട് നല്ല ശീലങ്ങൾക്ക്. അത് എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ വളർന്നു വരേണ്ടത്? മാതാപിതാക്കളിൽ നിന്നാണ് അത് വളർന്നു വരേണ്ടത്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടായിരുന്ന ശീലങ്ങൾ, അപ്പനുണ്ടായിരുന്ന ശീലങ്ങൾ, അതെല്ലാം മക്കളിൽ കാണും. അപ്പനിലുണ്ടായ ശീലങ്ങൾ എങ്ങനെയാണ് മക്കളിൽ കാണുന്നത്? അത് അമ്മയിലൂടെയാണ്. അമ്മ ഇത് കാണുന്നുണ്ട്. അപ്പൻ്റെ നല്ല ശീലങ്ങൾ അമ്മ കാണുന്നു. അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് അത് അറിയുന്നു. ആ കുഞ്ഞിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ കൂടാതെ അവർ വിവാഹിതരാകുന്നതിന് മുമ്പ് അവർക്കുണ്ടായിരുന്ന ശീലങ്ങളുടെ ട്രെയ്റ്റുകൾ പോലും കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരും. അത് ജീനിലൂടെ കടന്നു വരുന്നതാണ്. ശീലങ്ങളെല്ലാം ജീനുകളിലും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ ജീനുകളിലൂടെയും നല്ല ശീലങ്ങൾ കടന്നു വരും. ഇതൊക്കെ നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ്. എന്നാൽ നമ്മൾ ജനിച്ച് വലുതായതിന് ശേഷം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അപ്പോൾ മുതൽ നല്ല ശീലങ്ങൾ വളർന്നു വരുന്നത് അപ്പനെയും അമ്മയെയും കണ്ട് പഠിച്ചിട്ടാണ്. സ്കൂളിൽ പോകുന്നത് വരെ നല്ല ശീലങ്ങൾ കുട്ടികൾ സ്വന്തമാക്കുന്നത് അപ്പനെയും അമ്മയെയും കണ്ട് പഠിച്ചാണ്. അപ്പോൾ മക്കൾക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാകണമോ? മാതാപിതാക്കൾക്ക് ആ നല്ല ശീലങ്ങൾ ഉണ്ടാകണം. മക്കൾക്ക് എന്തൊക്കെ നല്ല ശീലങ്ങൾ ഉണ്ടാകണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുവോ, ആ ശീലങ്ങളെല്ലാം മാതാപിതാക്കൾ അവരിൽ തന്നെ വളർത്തിയെടുക്കണം. ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുന്ന ശീലങ്ങൾ കൂടാതെ നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കുന്ന ശീലങ്ങളുണ്ട്, ഉണ്ടാവണം. അത് അപ്പനും അമ്മയും മാനസികമായി വളർച്ച പ്രാപിക്കും തോറും, അവർക്ക് കൂടുതൽ അറിവുണ്ടാകും തോറും അവർ ആ ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കും, കുഞ്ഞുങ്ങളിൽ വളർന്നു വരാൻ സഹായിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർക്കും മുതിർന്നവർക്കുമൊക്കെ നല്ല ശീലങ്ങൾ ഉണ്ടാകണം. നല്ല ശീലങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. ആ ശീലങ്ങൾ നമുക്ക് ഗുണകരമായിരിക്കണം, ഒപ്പം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷമുളവാക്കുന്നതും ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ ശീലങ്ങൾ മറ്റുള്ളവർക്ക് അയ്യേ എന്ന് തോന്നുന്ന വിധത്തിലാകരുത്, മോശമാണ് എന്ന് തോന്നരുത്. യേശു പറഞ്ഞ ഒരു തിരുവചനം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ഈ പെരുമാറ്റത്തിലാണ് ഈ ശീലങ്ങളെല്ലാം കാണുന്നത്. പെരുമാറ്റത്തിൽ ശീലങ്ങളെല്ലാം
തുടങ്ങുന്നത് നമ്മൾ എണീക്കുമ്പോൾ തൊട്ടാണ്. അത് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അതൊരു ശീലമാക്കണം. രാവിലെ എത്ര മണി? നോർമലായിട്ട് 4നും 5നും ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലം. 4 മണിക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ? അത്രയും നല്ലതാണ്. അല്ല, അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുവെങ്കിൽ 5 മണിക്കെങ്കിലും നമുക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിയണം. അതൊരു ശീലമായി വളർത്തിയെടുക്കുക. അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിൽ നേരം വെളുത്ത് 4 മണി ആവാറാകുമ്പോൾ, പ്രഭാതത്തിൽ 4 മണി ആകാറാകുമ്പോൾ ആ മുറിയിലെ ഓക്സിജൻ സപ്ലൈ കുറേ കുറഞ്ഞിട്ടുണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സപ്ലൈ കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്നത് അധികവും കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അതുകൊണ്ട് ഇങ്ങനെ വേണം, എഴുന്നേറ്റ് വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധവായു ശ്വസിക്കുകയായി. അകത്തുള്ള വായുവിനൊരു ചൂടുണ്ടാവും. അതിലേക്ക്, ആ വായുവിലേക്ക് ശുദ്ധവായു കടന്നു വരും. അപ്പം അതാണ് പിന്നെ നമ്മൾ ശ്വസിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനൊക്കെ ഉണർവ് കിട്ടും. അപ്പോൾ 4നും 5നും ഇടയ്ക്ക് എഴുന്നേൽക്കുക. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും തണുപ്പുള്ള സമയമാണ്. ആ സമയത്ത് ഉറങ്ങാനൊരു സുഖമുണ്ട്. ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, കള്ളന്മാർ കക്കാനായിട്ട് 3 മണി 4 മണി ആ സമയമാണ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന്. അത് കാരണം ഏറ്റവും തണുപ്പുള്ള സമയമാണ്. അപ്പോഴാണ് നല്ല ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവുക. അപ്പോൾ തട്ടുമുട്ടും ഒന്നും ആ ആൾ അറിയില്ല. 4 മണി. അങ്ങനെ 4 മണിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കള്ളന്മാർ കിടക്കാനുള്ള സാധ്യത കുറവാണ്. 4 മണിക്ക് എഴുന്നേൽക്കുന്ന ശീലമുള്ള ഒരു വ്യക്തിക്ക് അല്പം മുമ്പേ തന്നെ അതിൻ്റെ ഉണർച്ച, മനസ്സിൽ ഒരു ഉണർവുണ്ടാകും. അപ്പോൾ നമ്മളുടെ വീടുകൾ, വി ആർ പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് തെഫ്റ്റ്. കളവിനെതിരായിട്ട് നമ്മുടെ വീടുകൾ സുരക്ഷിതമായിരിക്കും. ഞാൻ ഇപ്പോൾ പെട്ടെന്നൊരു ഇത് വായിച്ചത് ഓർമ്മ വരികയാണ്. ബീഡി വലിയ കളിയാക്കിക്കൊണ്ട് ഒരു കാർട്ടൂൺ ഒരിക്കൽ വരികയുണ്ടായി. ഒരു പ്രത്യേകതരം ബീഡിയെ കളിയാക്കിയിട്ടാണ്. ഇന്ന് ബീഡി വലിയ കുറവാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ബീഡി വലിച്ചാൽ ഇന്ന മാർക്ക് ബീഡി വലിച്ചാൽ പല ഗുണങ്ങളുണ്ട്. അതിൽ ഒന്ന്, കള്ളൻ വരില്ല. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. എന്താ കാരണം? അങ്ങനെ കുറച്ച് നാൾ സിഗരറ്റ് വലിച്ചാലും അത് തന്നെയാണ് ഉണ്ടാവുക. ബീഡി സിഗരറ്റൊക്കെ വലിക്കുന്നവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ചുമ വരും. ഉറക്കത്തിലും ചുമയ്ക്കും അവർ. അപ്പോൾ രാത്രി മുഴുവൻ ചുമയ്ക്കും. അങ്ങനെ രാത്രി മുഴുവൻ ചുമയ്ക്കുമ്പോൾ കേൾക്കാൻ വരുന്ന കള്ളൻ വിചാരിക്കുന്നുണ്ടാവും ഇയാൾ ബീഡി വലിച്ചിട്ടല്ല, ഇയാൾ ഉണർന്ന് കിടക്കുകയാണ് എന്ന് ധരിക്കും. അങ്ങനെ കള്ളന്മാർ അവിടെ കയറില്ല. അപ്പോൾ കള്ളൻ കയറാതിരിക്കും. ഒരു ഗുണം അതാണ്. 2, പട്ടി കടിക്കില്ല അത്രേ. എന്താ പട്ടി കടിക്കാതിരിക്കാൻ കാരണം? അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എങ്കിലും സിഗരറ്റ് വലിയുടെ ഒരു വശത്തെക്കുറിച്ച് പറയാൻ വന്ന സൗകര്യം കിട്ടിയപ്പോൾ അത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ തന്നെ നടക്കാൻ ശേഷി ഉണ്ടാവില്ല, വളഞ്ഞു കുത്തും. അപ്പോൾ ഒരു വടി വേണം. വടിയുമായിട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പട്ടികൾ ഈ വടി കണ്ടാൽ പിന്നെ പട്ടികൾ അടുത്ത് വരില്ല. അങ്ങനെ ചില ഗുണവിശേഷങ്ങൾ ബീഡി വലിയോട് ബന്ധപ്പെട്ട് വായിച്ചതായിട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതായിട്ട് ഓർക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമ്പ്രദായം, ശീലം വളർത്തിയെടുക്കുക. എങ്ങനെയാണ് രാവിലെ തന്നെ എഴുന്നേൽക്കുക? അത് വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് എഴുന്നേൽക്കുന്നതാണ് നല്ലത്. അപ്പം വീടാണെങ്കിൽ ഒരു അലാറം വെച്ചാൽ എല്ലാവരും എഴുന്നേറ്റും.
എല്ലാവരും ആ സമയത്ത് എഴുന്നേറ്റു. വീട്ടിൽ രോഗികളായിട്ട് ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഉറക്കം കിട്ടിയത് ആ നേരത്താവും. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ അലാറം വെച്ചാൽ ആ രോഗി ആ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ഇടവരും. രോഗികൾ ഇതിൽ നിന്ന് വ്യത്യസ്തരാണ്. അവർ എത്രയും നേരത്തെ എഴുന്നേൽക്കാൻ പാടില്ല. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ, അത്തരം വ്യക്തികളുള്ള വീടുകളിൽ അലാറം വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ വാച്ചിൽ തന്നെ അലാറം വയ്ക്കാം, കമ്പ്യൂട്ടറിൽ ചെറിയ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അലാറം വയ്ക്കാം. അങ്ങനെയൊക്കെ ചെറിയ സ്വരത്തിൽ നമുക്ക് അലാറം വെച്ച് മറ്റുള്ളവരെ ഉണർത്താതെ നമുക്ക് മാത്രം ഉണരാൻ മറ്റു അംഗങ്ങളെയൊക്കെ ഉണർത്തുകയും ചെയ്യാം. ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൃത്യം 4:30 ആകുമ്പോൾ ഞങ്ങളൊരു ബെല്ല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബെല്ല് കൊടുക്കും. 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റിട്ടുണ്ടാവണം എന്നാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും പ്രത്യേകം അലാറം വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ചില കുട്ടികൾ 3 മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഒരു സമൂഹ ജീവിതത്തിൽ അങ്ങനെ വ്യക്തിഗതമായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് സമൂഹ ജീവിതത്തിൽ വ്യക്തിഗതമായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം വേറൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യവുമായിട്ട് ഉടക്കാൻ വഴിയുണ്ട്. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള തത്വമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഇനിയും കുറച്ച് നാൾ നമ്മൾ എഴുന്നേറ്റാൽ, 4 മണിക്കോ 4:30ക്കോ എഴുന്നേറ്റാൽ നമ്മുടെ ബോഡി തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യും. ബോഡിക്കകത്ത് ഒരു അലാറം ക്ലോക്കുണ്ട്. ആ അലാറം ക്ലോക്ക് തന്നെത്താൻ അടിക്കും. കൃത്യമായിട്ട് ആ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കും. അത് ശരീരം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയും ഒരു മാർഗവും കൂടിയുണ്ട്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവേ, എനിക്ക് ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, എന്നെ നീ ഉണർത്തണമേ. അങ്ങനെ ഉണർവ് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് ഉണരാനുള്ള ഒരു പ്രചോദനം ലഭിക്കും. എന്തെങ്കിലും തരത്തിൽ ആ സമയത്ത് ഉണരാനുള്ള ഒരു പ്രചോദനം, ഇത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഒരു അലാറം ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ അടിക്കാതിരിക്കാം. ചിലപ്പോൾ സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് മറന്നുപോയെന്ന് വരാം. എന്നാൽ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചാൽ ഒരു തരത്തിലും അതിന് വിഘ്നം ഉണ്ടാവുകയില്ല. അതാണ് രാവിലെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച്. എഴുന്നേറ്റാൽ ഉടനെ തമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ടേ നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഉണർന്നാൽ ഉടനെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ പറയില്ല. ചിലപ്പോൾ ആ കിടപ്പിൽ തന്നെ നിങ്ങൾ വീണ്ടും ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഉണർന്നാൽ ഉടനെ ചാടി എഴുന്നേൽക്കുക. എഴുന്നേൽക്കുന്നത് ഒരു പ്രത്യേക ശീലമുണ്ട് എഴുന്നേൽക്കുന്നതിന്. അത് ചിലർ ചാടി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കുന്ന അത് പാടില്ല. മുമ്പോട്ട് മലർന്ന് കിടന്നിട്ട് എഴുന്നേൽക്കാൻ പാടില്ല. അത് നമ്മുടെ നട്ടെല്ലിന് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയാക്കും. ഒരു ദിവസം എഴുന്നേറ്റത് കൊണ്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ ഒറ്റ ദിവസം എഴുന്നേറ്റാൽ മതി. വല്ല വിലക്ക് എന്നൊക്കെ പറയല്ലേ, കേട്ടല്ലേ, ഉളുക്ക് എന്നൊക്കെ പറയും, അത് സംഭവിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മലർന്ന് കിടന്നുകൊണ്ട് എഴുന്നേൽക്കാൻ പാടില്ല. ഒരു വശത്തേക്ക് ചരിയുക. അത് ഇടതുവശത്തേക്കും ആകാം, വലതുവശത്തേക്കും ആകാം. അത് കട്ടിൽ കിടക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് വേണം. കിടന്നുറങ്ങുന്നതും ഒരു ശീലമാക്കേണ്ട. കിടന്നുറങ്ങുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് വേണം കിടക്കാനായിട്ട്. കിഴക്കോട്ട് തല വെച്ച് കിടക്കുക. അത് ഒരു അന്ധവിശ്വാസമൊന്നുമല്ല, അതൊരു ശാസ്ത്രാധിഷ്ഠിതമായ ഒരു കാര്യമാണ്. അത് ശീലമാക്കുക. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ അത് കഴിയുന്നത്ര അനുഷ്ഠിക്കാനായിട്ട് നോക്കാറുണ്ട്. 10,000 കുട്ടികൾ, 1000-1200 കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്.
എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ എന്താ എല്ലാവർക്കും കഴിയാത്തത്? വീടിൻ്റെ ഹോസ്റ്റലിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡിഫക്റ്റ് കൊണ്ട് അങ്ങനെ കിടക്കാൻ കുറച്ച് പേർക്ക് മാത്രം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അല്ലാത്തടത്തൊക്കെ കിഴക്ക് പടിഞ്ഞാറായിട്ട് ആണ് എന്താ കാരണം എന്നറിയാമോ? ഭൂമി തിരിയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. നിങ്ങൾ ഒരു കാറിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. കാറിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ സൈഡ് സീറ്റ് ഉണ്ടായിരുന്നു. പണ്ടൊക്കെ എല്ലാ ബസ്സുകൾക്കും ഒരു സൈഡ് സീറ്റും ഇവിടെ 3 സീറ്റും അങ്ങനെയാണ്. ഇപ്പോൾ 2 സീറ്റാണ് ബസ്സുകൾക്കൊക്കെ. പണ്ട് ഒരു സൈഡ് സീറ്റുണ്ട്. ആ സൈഡ് സീറ്റിലിരുന്നാൽ നമ്മൾ സഞ്ചരിക്കുന്നതിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മുടെ നോട്ടം, നമ്മുടെ ബോഡി സഞ്ചരിക്കുന്നത്. ഭൂമി തിരിയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അത് ചെറിയൊരു അസ്വസ്ഥത ശരീരത്തിനുണ്ടാക്കും. അതുപോലെ നിങ്ങൾ ബസ് സഞ്ചരിക്കുന്ന ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. പണ്ടത്തെ ബസ്സുകളിൽ ഒരു സീറ്റ് ഇങ്ങനെ ഒരു സീറ്റ് ഇങ്ങനെയായിരുന്നു. ഒരു കൂട്ടർ ഇങ്ങോട്ട് തീവണ്ടിയിലെ പോലെ. തീവണ്ടിയിൽ അങ്ങനെയാണ്, ഒന്നിങ്ങോട്ടുമാണ്. അപ്പോൾ ഒരു കൂട്ടർ ബസ് അല്ലെങ്കിൽ തീവണ്ടി സഞ്ചരിക്കുന്ന ഡയറക്ഷനിൽ സഞ്ചരിക്കും, മറ്റവരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അത് ഭൂമി തിരിയുന്നതിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും അവരിയ്ക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് ഇരിക്കുമ്പോൾ ഒരു മെച്ചമുണ്ട്. പണ്ട് തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. കൽക്കരി ഉപയോഗിച്ച് ഓടിക്കുന്ന തീവണ്ടിയായിരുന്നു. അപ്പോൾ ഈ ചാരം ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് അത് കാറ്റിൽ വന്ന് നമ്മുടെ കണ്ണിലൊക്കെ വീഴും. തീവണ്ടി പോകുന്ന ഡയറക്ഷനിലാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ കണ്ണിൽ ചിലപ്പോൾ കരട് വീഴും, കൽക്കരിയുടെ ഒരു ചെറിയ അംശം. അതുകൊണ്ട് അന്നൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്തിരുന്നത് തീവണ്ടി പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള സീറ്റിൽ ഇരിക്കാനായിട്ടാണ്. അതൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പഴയ കാര്യങ്ങൾ ചിലത് ഓർക്കുന്നു, അതിൻ്റെ നന്മകളും ഡിമെറിറ്റ്സൊക്കെ നമ്മൾ പറയുകയാണ്. നമ്മളിപ്പോൾ കിടക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് തല വെച്ച് കിടക്കുക. വായിക്കാനിരിക്കുമ്പോഴും അതും ഒരു ശീലമാക്കേണ്ടതാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുക. വായിക്കാനിരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് അത് ബന്ധപ്പെടുത്തി പറയട്ടെ. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. സ്ട്രെയിറ്റായിട്ട് അത് ക്ലാസ്സിലിരിക്കുമ്പോഴും വായിക്കാനിരിക്കുമ്പോഴും വെർട്ടിബ്രൽ കോളം സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. കാരണം നമ്മുടെ അനുഭവങ്ങളെല്ലാം കടന്നു പോകുന്നത്, നമുക്ക് ഓർഡറുകൾ ലഭിക്കുന്നത്, ഇതെല്ലാം കൈക്കും കാലിനും കണ്ണിനും മൂക്കിനും ഒക്കെ ഓർഡറുകൾ ലഭിക്കുന്നത് ഈ വെർട്ടിബ്രൽ കോളത്തിലൂടെയാണ്. അത് വളഞ്ഞും പൊളഞ്ഞും ഇരിക്കുമ്പോൾ അതിലൂടെയുള്ള ആ മെസ്സേജിൻ്റെ ഗതാഗതം, അത് ട്രാൻസിറ്റ്, അത് തടസ്സപ്പെടും. അതുകൊണ്ട് സ്ട്രെയിറ്റായിട്ട് ഇരിക്കുക. മാത്രമല്ല അത് വെർട്ടിബ്രൽ കോളത്തിന് കേടുണ്ടാക്കുകയുമില്ല. ചരിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തേയ്മാനം ഉണ്ടാവും. ചില ഭാഗത്ത് തേയ്മാനം ഉണ്ടാവും ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുമ്പോൾ. അതുപോലെ വായിക്കുമ്പോഴും ഇപ്പോൾ തല ഇങ്ങനെ, കഴുത്ത് ഇങ്ങനെ ചരിച്ചിരുന്ന് എനിക്കങ്ങനെ ഒരു ശീലമായിപ്പോയി. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ ചരിവ് ഇങ്ങോട്ടുണ്ട്, ചെറിയൊരു ചരിവ് വലത് ഭാഗത്തേക്ക് ഒരു ചരിവ് ഉണ്ട്. അതുകൊണ്ട് സ്പോണ്ടിലോസിസൊക്കെ വരും. അപ്പോൾ ഇതൊരു ശീലമാക്കണം. നമ്മുടെ ആരോഗ്യത്തിനും ഈ ശീലങ്ങൾ വളരെ നല്ലതാണ്. ഞാൻ എഴുന്നേറ്റ ഉടനെ എങ്ങനെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് ആണ് ആ ഭാഗത്തേക്ക് പോയത്. ഓരോ കാര്യത്തെക്കുറിച്ചും ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് ഉള്ളതുകൊണ്ടാണ് ഞാനതങ്ങനെ പോകുന്നത്. അത് ഓർമ്മിപ്പിച്ച് തരികയാണ് തമ്പുരാൻ, ഓർമ്മിപ്പിച്ച് തരുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ശീലങ്ങൾ ഒരു പക്ഷേ ഞാനിന്നൊരു എപ്പിസോഡിൽ തീരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് കൈ കുത്തി വേണം എഴുന്നേൽക്കാനായിട്ട്. ഒരു ഭാഗത്തേക്ക് ചരിയുക, കൈ കുത്തുക. ഒരു കൈ, ഈ കൈ ഇങ്ങനെ കുത്തുക, ഇതും കുത്തുക, മുട്ട് ഇങ്ങനെ കുത്തി എഴുന്നേൽക്കുക. അപ്പോൾ അനായാസമായിട്ട് എഴുന്നേൽക്കാൻ പറ്റും. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിനും പ്രത്യേകമായ സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ഉണ്ടാകില്ല. ആകെയുള്ള സ്ട്രെസ്സ് ഇതെവിടെയാണ്. അത് താങ്ങാനുള്ള കരുത്ത് ഈ കൈമുട്ടുകൾക്ക് ഉണ്ട്. എഴുന്നേറ്റ ഉടനെ ഒന്ന് പ്രാർത്ഥിക്കണം, ചെറിയൊരു പ്രാർത്ഥന. ഞാൻ ഓർക്കുന്നു, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥന. കൊച്ചുകുട്ടിയായിരിക്കും, ഇങ്ങനെ എഴുന്നേൽക്കാനൊന്നും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ പിന്നീട് പഠിച്ചതാണ്. ഇതാണ്: ഈശോ മറിയം ഔസേപ്പേ,
ആകാത്ത കാഴ്ച കാണാതെയും നിരൂപിക്കാതെയും ഇരിപ്പാൻ എൻ്റെ കണ്ണുകളെ ഞാൻ തുറക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ ശരീരത്തിനും ആത്മാവിനും വിഘ്നം വരാതെ സൂക്ഷിച്ചതിന് അവിടുത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇത് ഒരു നല്ല പ്രാർത്ഥന, ഷോർട്ട് പ്രെയർ, ഹാഫ് എ മിനിറ്റേ ഉള്ളൂ. അത് നമ്മൾ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഉറങ്ങിപ്പോവും. ഉടനെ എഴുന്നേൽക്കണം. കണ്ണ് തുറന്നാൽ ഉടനെ എഴുന്നേൽക്കുക. ചില കുട്ടികൾക്കൊക്കെ ഒരു സമ്പ്രദായമുണ്ട്, എഴുന്നേറ്റ ഉടനെ കണ്ണ് തിരുമുന്ന ഒരു, ഉറക്കം പോവാനേ കണ്ണ് തിരുമ്മാൻ പാടില്ല. ഒരു കാരണവശാലും കണ്ണ് തിരുമ്മാൻ പാടില്ല. വല്ല പൊടിയോ ഒക്കെ നമ്മുടെ കൺപോളയിന്മേലിരിക്കുന്നുണ്ടെങ്കിൽ, കൺപീലിയിന്മേലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ പീളൊക്കെ കെട്ടിയിട്ടുണ്ടാവും, അത് ഹാർഡായിട്ടുണ്ടാവും, ഇവാപ്പറേഷൻ കൊണ്ട് ഹാർഡായിട്ടുണ്ടാവും. അത് നമ്മൾ തിരുമ്പുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ കൊള്ളുകയും പോറലുണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് കണ്ണൊരിക്കലും തിരുമ്മാൻ പാടില്ല. ഉറക്കം പോകാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണ് തിരുമണത്. അതൊക്കെ തെറ്റായ രീതിയാണ്. ഓരോന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റു. ഇനി വിശദമായ പ്രാർത്ഥന വേണം, അതിലേക്ക് വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് പല്ലുതേപ്പ് മുതലായ കാര്യങ്ങളെല്ലാം ചെയ്യണം. ചിലരുണ്ട് എഴുന്നേറ്റാൽ ഒന്ന് ഇരിക്കും, ഇരുന്നാൽ ചിലപ്പോൾ മേശയുണ്ടെങ്കിൽ ആ മേശപ്പുറത്ത് തല വെച്ച് അവിടെ കിടന്നുറങ്ങും. അപ്പോൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ഒരു മെച്ചം ഉണ്ടായില്ല. ഉടനെ തന്നെ നിങ്ങൾ ആക്റ്റീവ് ആകുക. കഴിയുന്നത്ര വേഗം പല്ല് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല മുഖം കഴുകുമ്പോൾ കണ്ണിൻ്റെ പീളയൊക്കെ പോയി വൃത്തിയായിട്ട് എല്ലാം മുഖമൊക്കെ തുടച്ച് നമ്മൾ ഉടനെ തന്നെ കുളിക്കുന്നുവെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷെ കുളിക്കുന്നതിനൊരു തടസ്സം ഉണ്ടാവും. ഇപ്പം എല്ലാവർക്കും കുളിക്കാനായിട്ട് ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 ബാത്റൂം ഉണ്ടാവണമെന്നില്ല. ഒരു ബാത്റൂമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ബാത്റൂമേ ഉള്ളൂ. അപ്പോൾ ബൈ ടേൺ. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം? ഒരാൾ കുളിക്കാൻ കയറുമ്പോൾ ഒരാൾ വായിക്കുകയോ എന്തെങ്കിലും വായിക്കാം. അങ്ങനെ എല്ലാവരുടെയും കുളിയും എല്ലാം കഴിഞ്ഞ് തയ്യാറാകുമ്പോൾ ഒരു പ്രാർത്ഥന രാവിലെ, കുടുംബം ഒന്നിച്ച് ഒരു പ്രാർത്ഥന രാവിലെ ഉണ്ടാകുന്നത് നല്ലതാണ്. കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഈ നേരത്തെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല കേട്ടോ. പക്ഷേ അവർക്കൊരു ഉണർവുണ്ടാവും. അവർ ഉണരാനായി ഈ തട്ടും മുട്ടും ഒക്കെ കേട്ട് അവരുടെ ഉള്ളിൽ ഒരു ഉണർവുണ്ടാവും. അത് നല്ലതാണ്. അവർ വളർന്നു വരുമ്പോൾ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഒരു വിഷമം ഉണ്ടാകുകയില്ല. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെയും വളർത്തി കൊണ്ടുവരുന്നത് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രകൃതിയോട് ചേരുന്നതിൻ്റെ ലക്ഷണമാണ്. എപ്പോഴും നമ്മൾ പ്രകൃതിയോട് ചേർന്ന് വേണം നിൽക്കാനായിട്ട്. പ്രകൃതിയോട് ഒത്ത് വളരുക. പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. പ്രകൃതിയിലൂടെയാണ് ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത്. ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അത് പ്രകൃതിയിലൂടെയാണ് ദൈവം ആ സംരക്ഷണം ഒരുക്കുന്നത്. ആരൊക്കെ പ്രകൃതിക്ക് അനുസരിച്ച് പോകുന്നുവോ ആ വ്യക്തിക്ക് സംരക്ഷണം ഉണ്ടാകും. അങ്ങനെയാണ്. ഈവൻ ഒരു വീട് വയ്ക്കുന്നത് തന്നെ പ്രത്യേക ഇതുകളുണ്ട്. നിങ്ങൾ വീട് വയ്ക്കുന്നതിനൊക്കെ പണ്ട് സ്ഥലങ്ങൾ, ഞാൻ ഈ പ്രകൃതിയോട് ചേർന്ന് പോകണമെന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം പറയാണ്. വീട് വയ്ക്കുന്നതിനൊക്കെ പണ്ട് സ്ഥലങ്ങൾ അന്വേഷിച്ച് പോയിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? പശുക്കളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അതിന് ഗോവ് അതിന് ഗവേഷണം അങ്ങനെ വന്നതാണ്. ആ വാക്കിൽ നിന്ന്, ഗോവിൽ നിന്ന് വന്നതാണ്. പശുക്കൾ രാത്രിയിൽ മുളയുന്ന സ്ഥലം, അത് തൊഴുത്തൊന്നും പണ്ടുണ്ടായിരുന്നില്ല. പശുക്കളെ അഴിച്ചു വിട്ടാൽ അവർ രാത്രിയിൽ മുളയുന്ന സ്ഥലം, അവിടെ ഏറ്റവും കുറവ് വൈബ്രേഷൻസ് ഉള്ളതാണ്. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വൈബ്രേഷൻസ് ഉണ്ട്. ആ വൈബ്രേഷൻസ് പുറത്തേക്ക് സർഫസിലേക്ക് വരും. അത് എത്രമാത്രം ഇൻറ്റൻസിറ്റിയോട് കൂടി വരും, അത് അതിൻ്റെ താഴെയുള്ള മെറ്റീരിയലിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. അപ്പോൾ ആ വൈബ്രേഷൻസ് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. നമ്മൾ അറിയുന്നുണ്ടാവില്ല, പക്ഷേ ആ വൈബ്രേഷൻസ് നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പോൾ പശുക്കൾ വൈകുന്നേരം പോയി മുളയുന്ന സ്ഥലം, അവിടെ ഏറ്റവും വൈബ്രേഷൻ കുറവുള്ള സ്ഥലമാണ്. അതാണ് ഏറ്റവും നല്ല സ്ഥലം വീട് പണിയുന്നതിന്. പണ്ടൊക്കെ അങ്ങനെയാണ് വീട് പണിയുന്നതിന് സ്ഥലം തിരഞ്ഞെടുത്തിരുന്നത്.
ഈയിടെ ഞാൻ പത്രത്തിൽ വായിച്ചു, ഈ ലൊക്കാലിറ്റി ചില ഡിസീസസിനെ ഉണ്ടാക്കുമെന്ന്. ക്യാൻസറിനെ കുറിച്ച് ഒരു ഗവേഷണം നടന്നിട്ട് അതിനെക്കുറിച്ചൊരു റിസൾട്ട് ഞാൻ വായിക്കുകയുണ്ടായി. ചില ഭൂപ്രദേശങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്നാണ്. അതിന് എന്തായിരിക്കണം കാരണം? കാരണമൊന്നും എഴുതിയിട്ടില്ല. എങ്കിലും എൻ്റെ ഫിസിക്സിൻ്റെ അറിവ് വെച്ച് എനിക്ക് തോന്നി അതിൻ്റെ താഴെ ആ ഭാഗത്ത് റേഡിയേഷൻസ് ഉണ്ടാകാൻ വഴിയുണ്ടെന്നാണ്. റേഡിയേഷൻസ് എവിടെ നിന്ന് വരുന്നു? റേഡിയേഷൻസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്ന് വരുന്നതാണ്. കുഴിച്ച് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എടുക്കാൻ മാത്രം വല്ലതും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ട്രേസസ് ഉണ്ടാവും. ഈ സാൻഡിലൊക്കെ അതുപോലത്തെ റേഡിയേഷൻസ് ഉണ്ടാകും. കടൽ തീരത്തെ മണലിലൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു റേഡിയേഷൻസ്. കാരണം റേഡിയോ ആക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അപ്പം അതായിരിക്കാം ഒരു കാരണം. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ പ്രൊട്ടക്ഷൻ അത് ആര് തരുന്നതാണ്? ദൈവം ഒരുക്കുന്നതാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ദൈവം മുൻകൂട്ടി ആ പ്രൊട്ടക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക. അതാണ് നേരത്തെ എഴുന്നേൽക്കുന്നത്. പക്ഷികൾ നേരത്തെ എഴുന്നേൽക്കുന്നു, അവർക്കൊരു ട്രെയിനിങ്ങും ഇല്ല വേറെ പ്രത്യേകമായിട്ട്. മൃഗങ്ങളും നേരത്തെ എഴുന്നേൽക്കും. മൃഗങ്ങളൊക്കെ നേരത്തെ എഴുന്നേൽക്കും. ഞാനൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. രാവിലെ അപ്പനൊക്കെ 4 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറന്ന് ഉടനെ തന്നെ ഞങ്ങളും കൂടെ ചെല്ലും. ഞാൻ പാല് എടുത്തു കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ എൻ്റെ ജോലികളിൽ പെട്ടതാണ്. അപ്പോൾ തൊഴുത്തിൽ നോക്കുമ്പോൾ തൊഴുത്തിൽ പശുക്കളൊന്നും കിടക്കുന്നുണ്ടാവില്ല. ഇനി അഥവാ നമ്മൾ ചെന്നാൽ ഉടനെ എഴുന്നേൽക്കും. പശുവിനെ ഒന്നും തട്ടി എഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല. അവയൊക്കെ നേരത്തെ സമയത്തിന് ഭൂമി ഉണരുന്നതിനോടുകൂടി അവയും എഴുന്നേൽക്കും. പ്രകാശം വന്നു തുടങ്ങും. സൂര്യപ്രകാശം ഇങ്ങനെ അരുണോദയം എന്ന് പറയും. അരുണൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ തേരാളിയായിട്ടാണ് കാണുന്നത്. അരുണോദയത്തോടു കൂടി നമ്മളെല്ലാവരും എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഒരു കാര്യവും കൂടിയുണ്ട്. അപ്പോൾ പഠിക്കാനൊക്കെ ഏറ്റവും നല്ല സമയമാണ്. ഞാൻ ഇത്രയും സമയമാണ് എനിക്ക് ഇതിനായി അനുവദിച്ചിട്ടുള്ളത്. ഈ എപ്പിസോഡ് തീരുകയാണ്. നല്ല ശീലങ്ങളിൽ ഒരെണ്ണം മാത്രമേ എന്ന് പറഞ്ഞുള്ളൂ. ഞാൻ ഈ എപ്പിസോഡിൽ ഒരു നല്ല ശീലങ്ങൾ മുഴുവൻ പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ സംസാരിച്ച് വന്നപ്പോൾ ഇത്രയും മാത്രമാണ് പറയാൻ സാധിച്ചത്. പേഴ്സണലായിട്ടുള്ള പ്രയർ കഴിഞ്ഞു, എല്ലാവരും കുളിയുമൊക്കെ കഴിഞ്ഞു. ഇനി നല്ല ശീലങ്ങളുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടക്കാം.